പാറയിൽ അമലോത്ഭവ മാതാവിൻ്റെ ദേവാലയം സ്ഥാപിതമായത് 1904 അന്നത്തെ അഭിമന്യ പിതാവായിരുന്ന മാർ മാക്കീൽ പിതാവും അതുപോലെ തന്നെ മോൺസിഞ്ഞോർ ചെറിയ കണ്ടങ്കരിയും ബഹുമാനപ്പെട്ട എസ്തപ്പാനോസ് അച്ഛനും എല്ലാം കൂടി ആഗ്രഹിച്ച ഒരു കാര്യമാണ്. കരിമ്പാറ കൂട്ടങ്ങൾ നിറഞ്ഞിരുന്ന ഈ പാറയിൽ പള്ളി ഭാഗമാണ് അവർ അവസാനമായിട്ട് അതിനായിട്ട് തിരഞ്ഞെടുത്തത്. പൗരസ്ത്യ ദേവാലയങ്ങൾ പ്രപഞ്ചത്തിൻ്റെ മാതൃകയിലാണ് നിർമ്മിക്കപ്പെടുക. ഈ കാണുന്നത് ഭൂമിയുടെ പ്രതീകമായ ഹൈക്കലയാണ്. ഹൈക്കലയിലാണ് വിശ്വാസികളുടെ സമൂഹം ആരാധനയ്ക്കായിട്ട് നിലകൊള്ളുക. ഇങ്ങനെ നിരവധി പ്രതീകാത്മകമായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഓരോ ദേവാലയ അൾത്താരകളും. രണ്ടാമത്തെ ഭാഗം കെസ്ത്രോമയാണ്. ഈ കാണുന്ന കെസ്ത്രോമ സ്വർഗത്തിലെ മാലാഖമാരുടെ വൃന്ദം ദൈവത്തെ ആരാധിക്കുവാൻ നിൽക്കുന്ന ഭാഗമാണ്. അവിടെയാണ് വചനവേദി, അതുപോലെ തന്നെ ഗായക സംഘം പ്രതിദാനം ചെയ്യുന്നത് സ്വർഗത്തിലെ പരിശുദ്ധൻ 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 എന്ന ദൈവത്തിന് സ്തുതികൾ അർപ്പിക്കുന്ന മാലാഖമാരുടെ ആ വൃന്ദത്തെയാണ് ദ്യോതിപ്പിക്കുക. വിശുദ്ധ കുർബാന ആരംഭിക്കുന്ന ഈ ബേമ ഗാഗുൽത്തായുടെ പ്രതീകമാണ്. ബേമായുടെ ഇരുവശങ്ങളിലായിട്ട് 2 വചനപീഠങ്ങളുണ്ട്. 4 വായനകളാണ് വിശുദ്ധ കുർബാനയിൽ ഞായറാഴ്ച ദിവസങ്ങളിലുള്ളത്. ഇത് 2 വായനകൾ വായിക്കുന്നത് ഇടതുവശത്തുള്ള പീഠത്തിലാണ്. അവിടെ ആ പീഠത്തിലിട്ടിരിക്കുന്ന വിരി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അത് മോശയുടെ 10 കൽപ്പനകൾ. അപ്പോൾ അതിൻ്റെ അർത്ഥം പഞ്ചഗ്രന്ഥിയിൽ നിന്നൊരു വായന വായിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത് പ്രവചന ഗ്രന്ഥങ്ങളിൽ നിന്നാണ്. അത് പ്രവാചകന്മാരുടെ സൂചനയായിട്ട് വടി, അംശവടി നൽകിയിരിക്കുകയാണ്. വലതുവശത്തുള്ള ഈ കാണുന്ന പീഠത്തിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഒരു ചുരുള്. ഇത് ലേഖന ഭാഗങ്ങളെ സൂചിപ്പിക്കുവാനായിട്ടാണ്. അതിൽ പൗലോസ്ലീഹായുടെ കൊറിന്ത്യ ലേഖനം 1-ാം ലേഖനം 13-ാം അധ്യായമാണ് എഴുതി വെച്ചിരിക്കുക. അത് ചങ്ങലയിട്ടിരിക്കുന്നു. ഇതിന്റെ കാരണം പൗലോസ്ലീഹയുടെ ആത്മാവ് ഇപ്പോഴും സഭയിൽ വസിക്കുന്നു, കുടികൊള്ളുന്നു. അവിടുന്ന് കാരാഗ്രഹവാസിയായി വചനത്തിനു വേണ്ടി തടവിലാക്കപ്പെട്ടിരിക്കുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഈ കാണുന്നത് മധുബഹായാണ്. മധുബഹായിൽ ആണ് ബലിപീഠം ദൈവത്തിന്റെ സിംഹാസനമാണ്. പ്രതീകാത്മകത പലതുണ്ട് ബലിപീഠത്തിന്. അത് സ്വർഗീയ വിരുന്നുമേശയാണ്. കർത്താവിൻ്റെ പാദപീഠമാണ്. അത് അന്ത്യത്താഴത്തിന്റെ ഓർമ്മയെ നമുക്ക് നൽകുന്നതാണ്. പ്രധാനമായിട്ടും കർത്താവിൻ്റെ തിരുക്കല്ലറയുടെ പ്രതീകമാണ് ബലിപീഠം. ബലിപീഠത്തിൽ പ്രധാനമായും വെച്ചിരിക്കുക വലതുഭാഗത്തായിട്ട് സുവിശേഷമാണ്. കാരണം ഉത്ഥിതനായ കർത്താവ് സ്വർഗത്തിൽ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നു എന്നതിനെയാണത് ദ്യോതിപ്പിക്കുക. ഇടതുവശത്തായിട്ട് മാർസ്ലീവ വെച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുക. ഈ കാണുന്ന ചിത്രം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. പരിശുദ്ധ ത്രിത്വത്തെയാണ് സൂചിപ്പിക്കുക. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിത്വേക ദൈവത്തിന്റെ സാന്നിധ്യമാണ് ദൈവത്തിന്റെ സിംഹാസനമായ ബലിപീഠത്തില് നമ്മൾ വെച്ചിരിക്കുക. മധുബഹ സ്വർഗത്തിന്റെ പ്രതീകമാണ്.